ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഗ്യാസ് ടർബൈൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള തേർഡ് മെത്തേഡ് നമുക്ക് കാണാം, മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എഫിഷ്യൻസി എന്ന് പറയുന്നത് ഗ്യാസ് ടർബൈൻ്റെ എഫിഷ്യൻസി ഈസ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. വർക്ക് ഔട്ട്പുട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the work produced by the turbine and the work required for compression. So WT minus WC ആണ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. ദാറ്റ് ഡിവൈഡഡ് ബൈ ദ ഹീറ്റ് ഇൻപുട്ട് ആണ് തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് WT മൈനസ് WC ബൈ Q1 എന്ന് പറയാം. മാത്തമെറ്റിക്കലി WT മൈനസ് WC ബൈ Q1. അപ്പം നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. വർക്ക് ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ കൂട്ടാം, വർക്ക് റിക്വയർഡ് ഫോർ കംപ്രഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ താഴെ ഡിനോമിനേറ്റർ Q1 ഹീറ്റ് സപ്ലൈഡ് കുറയ്ക്കാം. അപ്പം വർക്ക് റിക്വയർഡ് ഫോർ കംപ്രഷൻ കുറയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇൻ്റർകൂളിംഗ് എന്ന് പഠിച്ചത്. വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ടർബൈൻ കൂട്ടുന്നതിന് നമ്മൾ റീഹീറ്റിംഗ് എന്ന് പഠിച്ചു. ലാസ്റ്റ് ഡിനോമിനേറ്റർ കുറയ്ക്കുന്നത്, നമുക്ക് ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കുന്നതാണ് ഈ റീജനറേഷൻ എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ മനസ്സിൽ കിടന്നാൽ മതി, WT മൈനസ് WC ബൈ Q1. അപ്പോൾ മാത്തമെറ്റിക്കലി നമുക്ക് എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ WT കൂട്ടണം, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ കൂട്ടണം, അല്ലെങ്കിൽ കംപ്രസറിലോട്ട് കൊടുക്കുന്ന വർക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ താഴെ ഡിനോമിനേറ്റർ ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കണം. അപ്പോൾ എങ്ങനെ ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കും എന്നുള്ളതാണ് ഈ റീജനറേഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കണം. ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സോ ഇഫ് യു സീ ദിസ് ടർബൈൻ, ബേൺഡ് പ്രോഡക്ട്സ് വിൽ ബി എക്സ്പാൻഡഡ് ത്രൂ ദ ടർബൈൻ എറ്റ് ദ എക്സോസ്റ്റ് ഗ്യാസ് വിൽ ബി ഹാവിങ് എ വെരി ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ആ എക്സോസ്റ്റ് ഗ്യാസ്, നമ്മൾ ഹൈ ടെമ്പറേച്ചറുള്ള എക്സോസ്റ്റ് ഗ്യാസ് വിൽ ബി റീസർക്കുലേറ്റിംഗ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് എക്സ്ചേഞ്ചസ് ഹീറ്റ് വിത്ത് ദ എയർ വിച്ച് ഈസ് ഫ്ലോയിങ് ടു ദ കമ്പസ്റ്റൻ ചേംബർ. അപ്പോൾ നമ്മൾ പ്രൈമറി സ്റ്റേജ് കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ, ദാറ്റ് ഈസ് കംപ്രസ്ഡ് എയറിനെ, എന്ന് വെച്ചാൽ ശകലം ചൂടായ എയറിനെ വി വിൽ ബി ഫർദർ ഹീറ്റിംഗ്. എങ്ങനെ ഹീറ്റ് ചെയ്യും? ഈ എക്സോസ്റ്റ് ഗ്യാസ് ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പാസ് ചെയ്യിച്ചു, എന്ന് വെച്ചാൽ ഹീറ്റ് എക്സ്ചേഞ്ചിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 2 ആണ് അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ. ഓക്കെ, സോ യു വിൽ ബി ഹാവിങ് എ ടെമ്പറേച്ചർ T2 ഹിയർ. And the input temperature of the air which is entering the regenerator is T5. അപ്പോൾ T5 ഹൈ ടെമ്പറേച്ചർ ആണ്. അതിൽ നിന്ന് T5 T6 എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? കുറേ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് പോകും? ഈ ഡിസിപ്പേറ്റ് ചെയ്ത ഹീറ്റ് നമ്മൾ ഈ ആൾറെഡി കംപ്രസ്ഡ് എയറിലോട്ട് കുറേ ഇങ്ങനെ കയറി അങ്ങ് പോകും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ 5-6 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സോർട്ട് ഓഫ് എ കൂളിംഗ് പ്രോസസ്സാണ്. 5-6 എന്ന് പറഞ്ഞാൽ കൂളിംഗ് പ്രോസസ്സാണ്. 2-3 എന്ന് പറയുമ്പോൾ ഫർദർ ഹീറ്റ് ഈസ് ആഡഡ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ഈ കമ്പസ്റ്റൻ ചേംബറിലോട്ട് കൊടുക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും. എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ യു റിക്വയർ ഓൺലി ലെസ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നമുക്ക് ഡിനോമിനേറ്റർ കുറയ്ക്കാൻ പറ്റും. ഡിനോമിനേറ്റർ കുറയുമ്പോൾ നാച്ചുറലി ദ എഫിഷ്യൻസി വിൽ ഇൻക്രീസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ തിയറി. ഇനി ഇതിൻ്റെ ഹോൾ പ്രോസസ് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എത്രമാത്രം ഹീറ്റാണ് എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നും നമ്മൾ ആ കംപ്രസ്ഡ് എയറിലോട്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ചിട്ടാണ് ഈ ഹോൾ എഫിഷ്യൻസി ഓഫ് ദിസ് റീജനറേറ്റർ ഡിപ്പെൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം എത്ര പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ T6 എന്നുള്ളത് നമുക്ക് എത്ര മാക്സിമം കുറയ്ക്കാൻ പറ്റും? ഈ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് മാക്സിമം എടുത്തിട്ട് ഈ T2 എന്നുള്ള ഇൻപുട്ട് വരെ കുറയ്ക്കാൻ പറ്റും. ഈ ഇൻപുട്ട് എന്ന് വെച്ചാൽ കംപ്രസ്ഡ് എയറിന് എത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നോ അത്രയും വരെ വേണമെങ്കിൽ നമുക്ക് തിയററ്റിക്കലി T6ൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ T6 ഈക്വൽ ടു T2 ആണ് ഈ സൈഡിലെ ഐഡിയൽ കേസ്. ഇനി T3 എത്ര കൂട്ടാൻ പറ്റും? T3 ക്യാൻ ബി ഇൻക്രീസ്ഡ് അപ് ടു ദ ഇൻപുട്ട് ടെമ്പറേച്ചർ ഓഫ് ദ എക്സോസ്റ്റ് ഗ്യാസ്. T3 T5ലോട്ടും കൂട്ടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് ദ മാക്സിമം എഫക്റ്റീവ്നെസ്. അപ്പോൾ T3 T5ഉം T2 T6ഉം ആയിട്ട് മാച്ച് ചെയ്താൽ യു വിൽ ബി ഹാവിങ് ദ മാക്സിമം എഫക്റ്റീവ്നെസ്. അപ്പോൾ ഒരിക്കലും അത്രയൊന്നും വരാറില്ല ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സിറ്റുവേഷൻ. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് കമ്പസ്റ്റൻ ചേംബറിലോട്ട് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ വിൽ ബി ഫർദർ ഇൻക്രീസിങ്.
ബൈ മീൻസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ചിലവൊന്നുമില്ല. എക്സോസ് ഗ്യാസിൽ നിന്ന് ആൾറെഡി ഹൈ ടെമ്പറേച്ചർ എഫ്ലുവൻസ് പാസ് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് എയറിലോട്ട് കൊടുക്കുന്നു ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ബൈ പാസിംഗ് ത്രൂ ചാനൽസ് എക്സെട്ര. ഇറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു ആൾറെഡി കംപ്രസ്ഡ് എയർ. ഓക്കെ, അപ്പോൾ എയറിനെ ചൂടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്യൂൽ ബേൺ ചെയ്താൽ മതി ഫോർ ഗെറ്റിംഗ് ദ എനർജി ഇൻപുട്ട്. ഇനി ഇതിൽ എന്ത് വ്യത്യാസമാണ് നമ്മളെ ടി എസ് ഡയഗ്രത്തിൽ കാണുന്നതെന്ന് നോക്കാം. ടി എസ് ഡയഗ്രം. സോ ടി എസ് ഡയഗ്രത്തിൽ 1-2 ഇറ്റ് ഈസ് ഐസെൻട്രോപ്പിക്, ഐഡിയലിയാണ് പറയുന്നത്. 1-2 ഈസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഇനിയാണ് അവിടെ ഈ 2-3 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ റീജനറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് ഇത് 2-3 എന്നുള്ളത്. സോ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ഇറ്റ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് വെൻ ഇറ്റ് ബേൺസ് ഇൻ ദ കമ്പസ്റ്റൻ ചേമ്പർ. 4-5 ഈസ് എക്സ്പാൻഷൻ ഇൻ ദ ടർബൈൻ. അപ്പോൾ 5 ആണ് ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ടർബൈൻ. അതിങ്ങനെ 5-6 എന്ന് പറയുന്ന റീജനറേറ്ററിൽ കൂടെ പാസ് ചെയ്യും. ഇപ്പോൾ ഐഡിയൽ കേസാണ് കാണിച്ചത്. ഇവിടെ T3 - T2 തന്നെയാണ് T5 - T6 ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 6 ആണ് ഫർദർ ബാക്കി പോകുന്നത്. ഇപ്പോൾ ഇതാണ് ഈ ടി എസ് ഡയഗ്രാം ഫോർ എ റീജനറേറ്റർ എന്നുള്ളത്. അപ്പം 3 മെത്തേഡാണ് നമ്മൾ പഠിച്ചത് തെർമൽ എഫിഷ്യൻസി കൂട്ടാനായിട്ട്. ആദ്യം നമ്മൾ പഠിച്ച മെത്തേഡ് ഇൻ്റർകൂളിംഗ് ആണ്. ഇൻ്റർകൂളിംഗ് എന്ന് പറയുമ്പോൾ കംപ്രസറിൽ കൊടുക്കുന്ന വർക്ക് കുറയ്ക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ റീഹീറ്റിംഗ് ആണ്. അത് നമ്മളുടെ ടർബൈനിൽ നിന്നും കിട്ടുന്ന നമുക്ക് ആവശ്യമുള്ള വർക്ക് കൂട്ടുന്നു. മൂന്നാമത്തത് ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കുന്നു. അപ്പോൾ ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് കൊടുക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം. എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നത് ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സ് വഴിയാണ്. ഇതാണ് ഇതിൻ്റെ ടി എസ് ഡയഗ്രാം. അപ്പോൾ ഹോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. So you should be able to explain what is going to be effectiveness of a heat exchanger. അപ്പോൾ effectiveness of heat exchanger എന്ന് പറയുന്നത് it is the actual heat transfer to the air to the maximum heat transfer theoretically possible. ആക്ച്വലി എത്ര കൊടുക്കുന്നുണ്ട്, തിയററ്റിക്കലി എത്ര പോസിബിൾ ആണ് എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ടി എസ് ഡയഗ്രത്തിൽ നിന്നും ഇറ്റ് ഈസ് MACP T3 - T2 ഡിവൈഡഡ് ബൈ MGCP T5 - T2. ഇപ്പോൾ ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്. T3 - T2 ബൈ T5 - T2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം എഫക്റ്റീവ്നെസ് പല പ്രോബ്ലത്തിലും നമുക്ക് തരാറുണ്ട്. അപ്പം അതുപോലത്തുള്ള ഒരു പ്രോബ്ലം നമുക്കിവിടെ നോക്കാം. അപ്പം ഹീറ്റ് എക്സ്ചേഞ്ചർ എപ്പോഴും നമുക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഏരിയ എക്സ്പോസ്ഡ് കൂട്ടണം. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ എപ്പോഴും ഏരിയ എക്സ്പോസ്ഡ് കൂട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എടുത്താലും നമുക്ക് യു ക്യാൻ സീ ലോട്ട് ഓഫ് ഫിൻസ് ആണ്. അപ്പോൾ അത് എക്സ്പോസ്ഡ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ നൗ വി വിൽ സീ ഓൺ പ്രോബ്ലം. ഗ്യാസ് ടർബൈനാണ് ഫസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻലെറ്റ് കണ്ടീഷൻസ് 15 degree Celsius തന്നിട്ടുണ്ട്. It is compressed to 4 times the initial pressure with an isentropic efficiency of 82%. Air is then passed through the heat exchanger heated by turbine exhaust before reaching the combustion chamber. And the heat exchanger effectiveness തന്നിട്ടുണ്ട്. Lot of other data are also given. Find the efficiency of the cycle. ഇപ്പം നിങ്ങൾ ഈ പ്രോബ്ലം മനസ്സിലാക്കുന്നെങ്കിൽ ഞാനിന്ന് 2 വീഡിയോ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഈ ആക്ച്വൽ കംപ്രഷൻ ഈ 1-2 പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ ദർ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ദാറ്റ് ദ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഡ്യൂറിങ് കംപ്രഷൻ ഈസ് 82%. ഇപ്പോൾ സാധാരണഗതിയിൽ തിയററ്റിക്കലി 1-2 ആണ് നോർമൽ കംപ്രഷൻ. പക്ഷേ പലപ്പോഴും അത് 1-2 എന്നുള്ളതിലോട്ടാണ് പോകുന്നത്. 1-2 എന്ന് വെച്ചാൽ ഡ്യൂ ടു ഫ്രിക്ഷൻ എഫക്റ്റ് ആൻഡ് ടർബുലൻസ് അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ ഇറ്റ് വിൽ ബി മോർ ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ 2-നെക്കാളും കൂടിയായിരിക്കും നോർമൽ ആക്ച്വൽ കംപ്രഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് 1-2 ഡിവൈഡഡ് ബൈ 2-1.
അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇൻടേക്ക് ടെമ്പറേച്ചർ ഓഫ് എയർ T1 തന്നിട്ടുണ്ട്. പ്രഷർ റേഷ്യോ P2/P1 ഈസ് 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ P1 എത്രയാണോ P2 എത്രയാണെന്നൊന്നും പറയുന്നില്ല. ദ റേഷ്യോ ഈസ് ഗിവൺ ആസ് 4 and isentropic efficiency of the compressor is given as 0.82 or 82%. Effectiveness is given. Heat exchanger effectiveness തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ എടുത്തു. T2/T1 ഈസ് ഈക്വൽ ടു P2/P1 റേസ്ഡ് ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇത് ടെമ്പറേച്ചർ റിലേഷനാണ്, ഇത് അറിഞ്ഞിരിക്കണം. ആസ് ഐ നോ T1 ഐ ക്യാൻ ഈസിലി ഫൈൻഡ് T2. ഇനി കംപ്രസർ എഫിഷ്യൻസി തന്നിട്ടുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 ഡാഷ് മൈനസ് T1. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പല പോയിന്റിലെ ടെമ്പറേച്ചറൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പോൾ 2 ഡാഷിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം, 5 ഡാഷിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ഡൺ ഓൺ ദ കംപ്രസറും വർക്ക് ഡൺ ബൈ ടർബൈൻ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ T2 ഡാഷ് കണ്ടുപിടിച്ചു, T5 കണ്ടുപിടിച്ചു, T5 ഡാഷ് കണ്ടുപിടിച്ചു. ഈ റിലേഷൻ CP കണ്ടുപിടിക്കാനായിട്ടുള്ള റിലേഷൻ അറിയണം. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഗാമ ബൈ ഗാമ മൈനസ് 1 CP ഈസ് ഗിവൺ. ഇപ്പോൾ ആറും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റിനെ തന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് CP കണ്ടുപിടിക്കേണ്ടി വന്നത്. അതർവൈസ് യു ക്യാൻ അസ്യൂം 1.05 എന്നൊക്കെ അസ്യൂം ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ, ആവശ്യത്തിന് ഡേറ്റ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ആറും ഗാമയും തന്നിട്ടുള്ളത് കൊണ്ട് CP യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഇപ്പോൾ വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രസർ കണ്ടുപിടിക്കാം, വർക്ക് ഡൺ ബൈ ടർബൈൻ കണ്ടുപിടിക്കാം, എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇക്വേഷൻ വഴി അതും കണ്ടുപിടിക്കാം, തെർമൽ എഫിഷ്യൻസിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, തെർമൽ എഫിഷ്യൻസിയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നേരത്തെ കണ്ട 2 വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലം നോക്കുക. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്ത ആദ്യത്തെ 2 വീഡിയോ കണ്ടതിന് ശേഷമേ ഈ വീഡിയോ കാണാവൂ. അപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർകൂളറിൻ്റെയും റീഹീറ്ററിൻ്റെയും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഈ കംപ്രസർ എഫിഷ്യൻസി, ടർബൈൻ എഫിഷ്യൻസിയുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ യു ക്യാൻ കോണ്ടാക്ട് മീ. ഇടയ്ക്കുള്ള 2 പോർഷൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇടയ്ക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. എളുപ്പമുള്ള ചാപ്റ്ററാണ്, പഠിക്കാതിരിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ആ എക്സാം പാറ്റേണും ഒക്കെ യൂണിവേഴ്സിറ്റി അറിയിക്കും. So please learn that as well. Okay.